ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പൂരിയും മസാലയാണ്. ഈ പൂരി ഒരു സ്പെഷ്യലാണ്, റവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് കൂടി നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ റവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പൂരി വേണോ അതിനനുസരിച്ച് റവ എടുക്കാം. റവയുടെ കൂടെ മറ്റു പൊടികളൊന്നും ചേർത്തുന്നില്ല, റവ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് റവയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഉപ്പ് വരുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവിനെ കുഴച്ചെടുക്കണം. സോഫ്റ്റ് ആവുന്നവരെ കുഴയ്ക്കണം. ആദ്യമൊന്നും മാവ് റവ നല്ല ജോയിൻ്റായി വരില്ല, തനിയായിട്ടിരിക്കും. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഗോതമ്പ് മാവെല്ലാം കുഴച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ സോഫ്റ്റായി വരും. മാവ് ഒരു 5 മിനിറ്റ് കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം പൂരി ഉണ്ടാക്കിയെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്, അപ്പോൾ ഇനി ഇത് ഓരോ മാവെടുത്തിട്ട് നമുക്ക് പൂരി പരത്തിയെടുക്കാം. എപ്പോഴും പൂരിക്ക് എങ്ങനെ പരത്തുന്ന ആ രീതിയിൽ തന്നെ പരത്തിയിട്ട് എടുക്കാം. എന്നിട്ട് നല്ല ചൂടായിരിക്കുന്ന എണ്ണ, ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ പൂരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം, അപ്പോഴാണ് പൂരി നല്ല ബോളുമാരി വരും. ഇതേപോലെ എല്ലാ പൂരിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഈ പൂരിയിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് മസാലയും കൂടി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണ് ഇഷ്ടം വെച്ച് ഒഴിക്കാം. അതിലേക്ക് ഒരല്പം കടുകിട്ട് താളിച്ചെടുക്കുക ആദ്യം. അത് പൊട്ടി വരുമ്പോൾ, നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് ഇടാം. ഞാൻ കടലപ്പരിപ്പാണ് ഇട്ടുള്ളത്. അതും ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. സിമ്മിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അടുത്തത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്തി കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, മുളക് പൊടി ചേർത്തുന്നില്ല, ഞാൻ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുളക് പൊടി ചേർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ എരിവുള്ള മുളകായതുകൊണ്ടും 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു വലിയൊരു സവാളയാണ്, അത് നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതാണ്. അത് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അത് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്താം. പിന്നെ കറിവേപ്പില. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റോളം ഞാൻ വഴറ്റിയതിന് ശേഷം പിന്നെ തക്കാളിയാണ് ചേർത്തുന്നത്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റണം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. തക്കാളി സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചേർത്തേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുക. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം.
നമ്മളുടെ മസാലയ്ക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഉപ്പ് ഇതെല്ലാം ചേർത്ത് 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് റവ കൊണ്ട് ഇതുവരെ പൂരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.